മുസ്തഫ, ഈ വാർത്ത പുറത്തു വന്നു, അതായത് ബില്ല് ഇങ്ങനെ വരുന്നുണ്ടെന്ന പ്രഖ്യാപനം നടന്ന ഉടൻ തന്നെ, അതിനെതിരെ പ്രതിഷേധം ഉയർന്ന ഉടൻ തന്നെ കേരളത്തിലെ വ്യവസായ മന്ത്രി ട്വിറ്ററിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഇൻവെസ്റ്റ് ഇൻ കേരള, എംപ്ലോയി ടാലന്റ് ആൻഡ് മെറിറ്റ് ആർ ദ ഓൺലി ക്രൈറ്റീരിയ ഫോർ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ട്വീറ്റ് ഇട്ടേക്കാണ്. അതായത് കർണാടകയിൽ ഇപ്പം ഇങ്ങനെ ഈ നിയമം വരുവാണല്ലോ, അപ്പോൾ കമ്പനികളൊക്കെ വലിയ പ്രതിഷേധത്തിലാണല്ലോ, അവിടെ നിന്ന് കമ്പനികളൊക്കെ പിരിഞ്ഞ് കേരളത്തിലേക്ക് പോകുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് എത്രമാത്രം പക്വമായ ഒരു റിയാക്ഷനാണ്? ഈ വിഷയത്തെ ഞാൻ കൃത്യമായിട്ട് ആദ്യത്തെ റൗണ്ടിൽ തന്നെ പറഞ്ഞു. നമ്മൾ വിശാലമായ ഒരു രാഷ്ട്രീയ മാനത്തിലാണ് കാണേണ്ടത്. രാഷ്ട്രീയത്തെ ഒരു കളി, പൊളിറ്റിക്കൽ ഗെയിം ആക്കരുത്. നമ്മുടെ നാട്ടിലെ വലതുപക്ഷ രാഷ്ട്രീയം, അത് BJP ആയാലും കോൺഗ്രസും ആയാലും ഒക്കെ തരാതരം പോലെ അതത് സമയത്തെ അതിസങ്കുചിതമായ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി വൃത്തികെട്ട രീതിയിൽ ഉപയോഗിക്കുന്നതിന്റെ ഫലമാണ് ഇതൊക്കെ. ഇങ്ങനെയെല്ലാം ഉള്ള പലതരത്തിലുള്ള വികാരങ്ങളെ ഉദ്ദീപിപ്പിക്കുക, വിചാരങ്ങൾക്ക് പകരം വികാരങ്ങളെ ഉദ്ദീപിപ്പിക്കുക. അത് രാജ്യത്ത് ഏറ്റവും ഫലപ്രദമായിട്ട് കച്ചവടം ചെയ്തിട്ടുള്ള ആളുകളാണ് BJP. അവര് ആണ് ഇത് തുടങ്ങി വെച്ചത്. എന്നിട്ട് ഇപ്പോ കർണാടകത്തിലെ ബില്ലിനെ കുറിച്ചും കോൺഗ്രസിന്റെ നയത്തെ കുറിച്ചിട്ടും BJP പ്രതിനിധി ഇവിടെ വന്നിരുന്ന് സംസാരിക്കുക. നിങ്ങളാണ്, ഹരിയാനയിലെ BJP സർക്കാരാണ് ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു നിയമത്തിന് ആദ്യം കഠിനമായ ശ്രമം നടത്തിയത്. പിന്നെ എന്താ കാര്യം? ഹരിയാന മലയാളികൾ അത്രത്തോളം, അവിടെയും ഇപ്പൊ ഗുഡ്ഗാവ് അതുപോലുള്ള മേഖലകളിലൊക്കെ ധാരാളം മലയാളികളുണ്ട്. പക്ഷെ ബാംഗ്ലൂരിന്റെ അത്ര ഇല്ല, അല്ലെങ്കിൽ കർണാടകത്തിന്റെ അത്ര ഇല്ല. അതുകൊണ്ട് നമ്മളെ നേരിട്ട് മലയാളികളെ ഫീൽ ചെയ്യാത്തതുകൊണ്ട് നമ്മളത് ചർച്ച ചെയ്യും. യഥാർത്ഥത്തിൽ ഈ ചർച്ച അന്ന് വരേണ്ടതാ. BJPയുടെ സർക്കാർ, കേന്ദ്രം വാഴുന്ന സർക്കാർ, അവരുടെ മറ്റു പലതരത്തിലുമുള്ള അതിസങ്കുചിതമായ ദേശീയതാവാദം ഉൾപ്പെടെയുള്ള, അവരുടെ സങ്കുചിതമായ മതവർഗീയവാദം ഉൾപ്പെടെയുള്ള സ്റ്റൈലിൽ ഹരിയാനയിലെ BJP സർക്കാർ ഇങ്ങനെ ഒന്ന് കൊണ്ടുവന്നപ്പോ, അതാണ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഇപ്പോ ചവറ്റുകുട്ടയിൽ എറിഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംഗതി കൊണ്ടുവന്നത് ഇവരാണ്. BJP ആണ് ഇതിന് ഏറ്റവും ശക്തമായ നിലയിൽ ഇത്തരം വിഷയങ്ങളെ, ഭാഷ, സംസ്കാരം, ദേശീയത ഇങ്ങനെ പറഞ്ഞിട്ടുള്ള പ്രാദേശികത ഉൾപ്പെടെയുള്ള സകലതിനെയും, ജാതി, സമുദായം ഓരോന്നിനെയും തങ്ങളുടെ സങ്കുചിതമായ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി, അതല്ലാതെ അതത് സംസ്ഥാനം ഭരിക്കുമ്പോ ആ സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവൽ പ്രശ്നം പരിഹരിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടല്ല, ഈ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഉപയോഗപ്പെടുത്തിയത്. ആ ശൈലിയിലേക്ക് കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്ന വിമർശനമാണ് ഇടതുപക്ഷം നേരത്തെയും കോൺഗ്രസിനെ കുറിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJPയുടെ സങ്കുചിതമായ വർഗീയതയെ നേരിടാൻ, തീവ്ര വർഗീയതയെ നേരിടാൻ മൃദു വർഗീയത സ്വീകരിക്കുന്ന പ്രശ്നം, ആ സ്റ്റൈലിലാണ് ദൗർഭാഗ്യവശാൽ കർണാടകത്തിൽ സിദ്ധാരാമയ്യ സർക്കാരും എത്തിച്ചേർന്നിരിക്കുന്നത്. നേരത്തെ കന്നഡ ഈ പ്രശ്നത്തിന്റെ പേരിൽ അവിടെ നടക്കുന്ന പല സങ്കുചിത പ്രശ്നങ്ങളെയും ക്യാൻവാസ് ചെയ്യാൻ ശ്രമിച്ചത് അവിടെ BJP ആണെന്ന്. അന്ന് BJP അവിടെ പ്രതിപക്ഷത്തായിരുന്നു. അവരാണ് അതിന് ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പൊ അത് ഇപ്പോഴത്തെ, നേരത്തെ ശ്യാനന്ദ് കൊച്ചുകൂടി സൂചിപ്പിച്ചതുപോലെയുള്ള അവിടുത്തെ കോൺഗ്രസ് സർക്കാരിനകത്തെ ഭിന്നിപ്പിക്കുകൾ, ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന് മുഖ്യമന്ത്രിയാകണം, അതിനു വേണ്ടിയിട്ടുള്ള തർക്കങ്ങൾ, വാദങ്ങൾ, അവിടുത്തെ സർക്കാർ അവര് നൽകിയ പല ക്ഷേമ പദ്ധതികൾ, വമ്പൻ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്നില്ല. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നമ്മളിവിടെ പിണറായി വിജയൻ പോയിട്ട് ഡൽഹിയിൽ സമരം ചെയ്തപ്പോൾ വിമർശിച്ചവരാ കേരളത്തിലെ കോൺഗ്രസും BJPയും. കർണാടകത്തിൽ നിന്ന് സിദ്ധാരാമയ്യയും DK ശിവകുമാറും കൂടിയിട്ട് കേരളം സമരം ചെയ്തതിന്റെ തലേ ദിവസമാണ് അവര് ഡൽഹിയിൽ പോയിരുന്ന് സമരം ചെയ്തത്. മോഡി ഗവൺമെന്റ് എങ്ങനെയാണ് രാഷ്ട്രീയ വിവേചനം വെച്ച് സാമ്പത്തികമായി അവരെ ഞെരുക്കുന്ന വിഷയം, ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ കോൺഗ്രസ് ആയാലും BJP ആയാലും വലതുപക്ഷ രാഷ്ട്രീയം തരാതരം പോലെ എടുക്കുന്ന ഇത്തരം ഈ രാഷ്ട്രീയത്തെ ഒരു മഹത്തായ പാതയിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം അതിസങ്കുചിതമാക്കുന്നതിനേക്കാണ്